ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെ ജാങ്കോ പ്രൊജക്റ്റ് വേഴ്സലിൽ ഹോസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വേഴ്സലിൽ നമ്മളൊരു ജാങ്കോ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് CSS അതായത് സ്റ്റാറ്റിക് ഫയലിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തൊരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഗിറ്റ്ഹബിൽ പോയതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗിറ്റ്ഹബ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് റെപ്പോസിറ്ററിയിൽ പോയിട്ട് നമ്മൾ മുമ്പ് ഒരിക്കൽ ചെയ്ത നമ്മളൊരു യൂട്യൂബിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ ഈ ജാങ്കോ ട്യൂട്ടോറിയലിൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ പ്രൊജക്റ്റാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് സിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ പ്രൊജക്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഫയൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഡൗൺലോഡ് ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്ന് ഓക്കെ, ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ ഇവിടെ ഉണ്ട്. ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇൻ ടെർമിനൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് കോഡ് സ്പേസ് ഡോട്ട് എന്നിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യില്ലെങ്കിൽ വളരെ പ്രോബ്ലമാണ്. കാരണം നമുക്ക് പിന്നീട് ഇതിലേക്ക് എന്തെങ്കിലും ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മളിതിൽ പിപ്പ് റിക്വയർമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡാറ്റാസും അല്ലെങ്കിൽ എല്ലാ പാക്കേജും നമുക്ക് അപ്ലോഡായി പോകും. അപ്പോൾ നമുക്കത് ആ പ്രോബ്ലം വരാതിരിക്കാൻ നമുക്കിവിടെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, വെർച്വൽ ENV എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് പേര് കൊടുക്കാം. നമുക്ക് സിമ്പിളായിട്ടൊരു പേര് കൊടുക്കാം. ഞാൻ ഹലോ എന്നൊരു പേര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഹലോ എന്നുള്ള വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജാങ്കോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ പിപ്പ് ജാങ്കോ എന്ന് പറഞ്ഞിട്ട് ആ ജാങ്കോ നമ്മൾ ഇതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ജാങ്കോ നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിച്ച് നോക്കാൻ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് അതിനുശേഷം നമുക്കിവിടെ വന്ന് റൺ സെർവർ എന്ന് ചേർത്ത് കൊടുത്തൊന്ന് റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു എറർ കൂടി ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇതിലെന്തില്ല, പിലോ എന്നുള്ളൊരു കോഡ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ജാങ്കോ പ്രൊജക്റ്റിലേക്ക് ഇമാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിലോ എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പാക്കേജ് കൂടി നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിലോ എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡായി. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഓപ്പണായി വന്നു. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റ് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് വേഴ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് കോഡ് കൂടി ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തൊരു പ്രൊജക്റ്റിൽ നോക്കിയിട്ട് ആ കോഡ് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ കോഡുകളൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹോസ്റ്റ് എന്നുള്ള വീഡിയോയിൽ അതിലേക്ക് ആവശ്യമുള്ള കോഡുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റിൽ നമ്മളിവിടെ വന്ന് വേഴ്സൽ ഡോട്ട് JSON എന്നുള്ളൊരു ഫയൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയാൽ ഈ
കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് വെർസൽ .json എന്ന പേരിലൊരു ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ആ കോഡ് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ പേരായിരിക്കണം നമുക്കിവിടെ വരേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്നാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ എന്ന് പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ പേരൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വേഴ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെറ്റിങ്സ് ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സെറ്റിങ്സ് ഫയൽ ഓപ്പൺ ചെയ്ത് വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഫയലിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്, ഇവിടെ വന്ന് ഡോട്ട് ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ .versal അതിനുശേഷം .app എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് ഇവിടെ വന്ന് WSGI ഫയലുണ്ട്, ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആപ്പ് =ആപ്ലിക്കേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിപ്പ് ഫ്രീസ് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ വന്ന് പിപ്പ് ഫ്രീസ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഫയൽ നമുക്കിവിടുന്ന് എടുക്കാം. അപ്പോൾ പിപ്പ് ഫ്രീസ് അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്ന് > ഇടുക. എന്നിട്ട് റിക്വയർമെൻറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. .txt എന്ന് ചേർത്തു. requirement.txt എന്ന് ചേർത്തു. .txt എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിലുള്ള എല്ലാം എന്ത് ചെയ്യും, ഇതിലേക്കായിട്ട് ആഡ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നൊരു ഗിറ്റാബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂ ടാബ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ഗിറ്റാബ് നമുക്കിവിടുന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിതിലേക്ക് ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് പുതിയ റെപ്പോസിറ്ററി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ന്യൂ റെപ്പോസിറ്ററിയിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് റെപ്പോസിറ്ററിൻ്റെ പേര് നമുക്കിവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം. പേര് ഞാനിവിടെ വന്ന് ഹോസ്പിറ്റൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫയൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ചധികം ഫയൽ വരുന്നതുകൊണ്ട്, അതായത് ഡ്രാഗ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ 100 ഫയൽ മാത്രമേ പറ്റൂ. പക്ഷേ നമ്മൾ ഈ പ്രൊജക്റ്റിൽ അതിനേക്കാൾ കൂടുതൽ ഫയൽ വരുന്നതുകൊണ്ട് നമ്മളിവിടെ ടിക്ക് ചെയ്യണില്ല. ക്രിയേറ്റ് റെപ്പോസിറ്ററിയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിലേക്ക് പോയി. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഗിറ്റ് ഇനിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഗിറ്റ് ഇനിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഗിറ്റ് ആഡ് എന്ന് ചേർത്തു. അതിനുശേഷം സ്പേസ് ഇട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് എല്ലാ കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് ഗിറ്റ് ആഡ്, ഓക്കെ, ഗിറ്റ് കമ്മിറ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു സ്പേസ് ഇടുക. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മൾ ആ ഫയലുകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗിറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ലിങ്കുകൾ കൂടി ആഡ് ചെയ്യാം. ഗിറ്റ് ബ്രാഞ്ച്, അതിനുശേഷം നമ്മളിവിടെ വന്ന് മെയിൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, അതിനുശേഷം നമ്മൾ ആ ലിങ്ക് കൂടി ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്നും ചേർത്തു. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ഈ പ്രോജക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മളിതിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ
റിക്വയർമെൻറ്റ് എഴുതിയതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം വരും. റിക്വയർമെൻറ്റ് .txt എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ അതിൽ ആ എറർ വന്നതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫയൽ ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫയൽ നമുക്ക് മതി. ഓക്കെ, അപ്പോൾ അതിലേക്ക് എഡിറ്റ് വരുത്തിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ ഒന്നുകൂടി നമുക്ക് ഗിറ്റ് ആഡ് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഗിറ്റ് കമ്മിറ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്നിട്ട് ഇവിടെ വന്ന് ഇതിൽ വരുത്തിയ മാറ്റം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിക്വയർമെൻറ്റ്സ് അപ്ഡേറ്റഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഗിറ്റ് പുഷ് എന്നും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുത്തിയ മാറ്റം, നമ്മളിതിൽ വരുത്തിയ മാറ്റം ഇതിലേക്കായിട്ട് എന്തായിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേഴ്സൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, versal.com പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആൾറെഡി കൊടുത്ത എല്ലാ ഡാറ്റാസും, അതായത് നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആഡ് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൊടുത്ത ആ പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ആ പ്രൊജക്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റൽ എന്നുള്ളൊരു പേര് ഇവിടെ വരുന്നത് കൊണ്ട് അതിവിടെ ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ടെക്സ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഡിപ്ലോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്ലോയ്മെൻ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും. അത് ഡിപ്ലോയ് ആയിക്കൊണ്ട് ഇതിലേക്ക് ഡിപ്ലോയ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കയ്യോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡാറ്റാസ്, നിങ്ങളെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്, അതേപോലെ തന്നെ സെർവറിൻ്റെ സ്പീഡ്, ഫയലിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചായിരിക്കും ഇതിലേക്ക് അപ്ലോഡിങ് സ്പീഡ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആ CSS നമുക്കിവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ രൂപത്തിൽ ആ CSS നമുക്കിവിടെ വർക്കായി വരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് CSS വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കോഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അതെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് തുടർന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വേഴ്സൽ എന്നുള്ള ഈ ഫയൽ എടുക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഈ കോഡ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കോഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോഡ് നിങ്ങൾ ഈ ഫയൽ ഞാൻ ഗിറ്റബിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ആ കോഡ് ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പി ചെയ്തെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ പ്രൊജക്റ്റിൻ്റെ പേരാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ മേ ബി നിങ്ങൾ സ്റ്റാറ്റിക്കിന് എന്താണോ സെറ്റിങ്സിൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ സ്റ്റാറ്റിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിവിടെ ചേർത്ത് കൊടുക്കുക. പ്രൊജക്റ്റിൻ്റെ പേരും ഇവിടെയും നിങ്ങൾ സ്റ്റാറ്റിക്, അതായത് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്റ്റാറ്റിക്കിൻ്റെ അവിടെ എന്താണോ കൊടുത്തത് ആ പേരാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളിവിടെ ഈ കൊടുക്കുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞതിന് ശേഷം വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, പാക്കേജിൻ്റെ പേര് ശ്രദ്ധിക്കുക, വൈറ്റ് നോയ്സ് എന്നുള്ള പാക്കേജ് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അത് ഇൻസ്റ്റാളായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ പാക്കേജാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്റ്റാറ്റിക് ഫയൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡായി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ മിഡിൽ വെയർ എന്നുള്ള ഒരു ഭാഗമുണ്ട്. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ മിഡിൽ വെയർ, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് കോപ്പി ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ എൻ്റെ ഈ ഗിറ്റബ് ഐഡിയിൽ നിന്ന് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മിഡിൽ വെയറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ നേരെ താഴെയായിട്ട്
നമുക്ക് വേറൊരു കോൺസ്റ്റൻറ്റ് ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഓൾറെഡി നമ്മൾ കൊടുത്ത സ്റ്റാറ്റിക് ലിങ്ക് നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ചെയ്യേണ്ട ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ നമുക്ക് ആ ബേസിക് ഡയറക്ടറി ആ ലിങ്കിൻ്റെ പേര് ഈ ഭാഗം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഈ കൊടുത്ത പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഏതെങ്കിലും രൂപത്തിലാണ് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒന്നുകൂടി നമുക്കിതിലേക്ക് പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർമെൻറ്റ് എന്നുള്ളത് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് കുറച്ചുകൂടി പാക്കേജ്, അതായത് വൈറ്റ് നോയ്സ് എന്നുള്ള ആ പാക്കേജൊക്കെ ഇതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, പിപ്പ് ഫ്രീസ് എന്നിട്ട് അതിന് ശേഷം requirement.txt എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ റിക്വയർമെൻറ്റ് എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത ആ പാക്കേജ് കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ രൂപത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിപ്പ് ഇവിടെ വന്ന് പൈത്തൺ, നമുക്കത് ഇതിലെ കളക്ട് സ്റ്റാറ്റിക് ഒന്ന് എടുക്കാം. അപ്പോൾ പൈത്തൺ 3 സ്പേസ് മാനേജ് .py സ്പേസ് കളക്ട് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക, സ്റ്റാറ്റിക്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 ഡാഷ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നോ ഇൻപുട്ട് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ സ്റ്റാറ്റിക് ഫയലുകളൊക്കെ നമുക്കിതിലേക്ക് ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏതാണ്ട് 252 സ്റ്റാറ്റിക് ഫയൽ ഈ ഒരു ലിങ്കിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രാരംഭത്തിൽ നമുക്ക് അടുത്തതായിട്ട് തന്നെ സ്റ്റാറ്റിക് ഫയൽ ചെയ്യേണ്ടത്, ലോക്കലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഗിറ്റബിലേക്ക് വീണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്മിറ്റ് കോഡ് കൊടുക്കാം. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് അതിനുശേഷം എന്നിട്ട് നമ്മളിവിടെ വന്ന് എന്താണോ കമ്മിറ്റ് കോഡ്, നമുക്ക് കമ്മിറ്റ് മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് അപ്ഡേറ്റഡ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് പുഷ് എന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെന്ത് ചെയ്യും, ഗിറ്റബിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആഡായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആഡായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നമ്മളെ പ്രൊജക്റ്റിൽ പോയി ഇപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ആയത് വന്നോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇവിടെ കമ്മിറ്റ് നോക്കിയാൽ മതി. നമ്മൾ ലാസ്റ്റ് കൊടുത്ത കമ്മിറ്റ് കൂടി ഇതിലേക്ക് ആഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലോഡ് ചെയ്ത് വരുന്നുള്ളൂ. ഓക്കെ, ഏതാണ്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് എന്ത് പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഗിറ്റബിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതിൽ എഫക്റ്റ് ആയി വരും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്ന് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡാഷ്ബോർഡ് കണ്ടിന്യൂ ടു ഡാഷ്ബോർഡിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രൊജക്റ്റ് എല്ലാം നമ്മളിപ്പോൾ ആഡ് ചെയ്ത അപ്ഡേറ്റ് ചെയ്ത എല്ലാ കോഡും നമുക്കിതിലേക്ക് വന്ന് നമ്മളെ പ്രൊജക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കറക്റ്റ് ആ പ്രൊജക്റ്റ് ഇവിടെ എല്ലാ സ്റ്റാറ്റിക് ഫയലും അതേപോലെ തന്നെ എല്ലാ ഡിസൈനും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്മിൻ പേജിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അഡ്മിൻ്റെ പേജ് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ നെയിം ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അഡ്മിൻ എന്ന് ചേർത്തു. പാസ്വേഡ് ഇവിടെ വന്ന് 123 കൊടുത്ത് എൻ്റർ അടിച്ചു.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. അറ്റംപ്റ്റ് ടു റൈറ്റ് റീഡ് ഓൺലി ഡാറ്റാബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്യുന്നില്ല, അതായത് ഡാറ്റാബേസ് ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ വേഴ്സലിലേക്ക് ഒരു പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെങ്ങനെ CSS ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്ത ഫയല് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഗിറ്റബ് ഐഡിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത കോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വേഴ്സൽ, അതേപോലെ സെറ്റിങ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കോഡുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.